സെക്യൂരിറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യാൻ പോണേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. കുറേ ആയില്ലോ ഞാനൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. ബ്ലഷ് ഇട്ടത് ചെറുതായിട്ട് കൂടി പോയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ താടിക്കൊക്കെ ഇടി പറ്റിയ പോലെ. ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഹി കട്ട് മൈ ഓൾ ലിപ്സ്റ്റിക്സ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ എക്സ്പെൻസീവ് ആയിക്കോട്ടെ, ചീപ്പ് റേറ്റിൻ്റെതായിക്കോട്ടെ, വാട്ട് എവർ മൈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് നോക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഇന്നലെ ഓൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ അവനോട് സംസാരിച്ചേ ഇല്ല. ഞാൻ ഉടക്കി നിൽക്കുകയാണ്. അപ്പോൾ ഓൻ അവിടെ ഉണ്ട്, ഓനാണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, വേണമെങ്കിൽ തന്നെ വെച്ച് കഴിച്ചോ, എനിക്കിനൊന്നിനും പറ്റത്തില്ല, എനിക്കൊന്നും വലിയ മൂടൊന്നുമില്ല. അപ്പോൾ ഓൻ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ റൂമിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് റെഡിയൊക്കെ ആയി. ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കുന്ന വേറൊന്നുമല്ല, ഞാൻ ഓനൊരു പണി എടുക്കണ്ടേ. കാരണം എനിക്ക് പണി തന്നാൽ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ. എനിക്ക് പണി തന്നത്, എനിക്ക് പണി തരാൻ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഓന് പണി കൊടുക്കാൻ ഒരൊറ്റ കാര്യമുണ്ട്. ഞാൻ ആദ്യം ഈ ഒന്ന് ഔട്ട്ഫിറ്റ് ക്വിക്കായി ചേഞ്ച് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ താഴേക്ക് പോവാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞാൽ. അപ്പോൾ ആദ്യം കീ എടുക്കാം, എന്നിട്ട് താഴെ പാഴ്സൽ വന്നിട്ട് അത് എടുക്കാൻ. ആര് തുറന്നാലേ അറിയുള്ളൂ, തുറന്നാലല്ലേ അറിയുള്ളൂ. പാഴ്സൽ ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. എവിടെ? 24th ഫ്ലോറിലോ? ഓ മൈ ഗോഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറേ ആയി കാറ് പാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ പോയിട്ട്. മഴ, നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. ആ നല്ല കാറ്റ്. ഇവിടുത്തെ നമ്മുടെ ഇപ്പുറത്തുള്ളൊരു ശോഭയുടെ ബിൽഡിങ്ങാണ് വരുന്നത്. നോക്ക്, അത് എന്ത് പെട്ടെന്നാണെന്നറിയോ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അത് ഓൾറെഡി ഒരു ടവർ എന്തോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടത്തെയൊക്കെ പണി പെട്ടെന്ന് കഴിയുന്നുണ്ട്. നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാം. എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ. അവൻ്റെ സ്റ്റിക്കർ ഞാൻ കുറേ പറിക്കാൻ പറയും. അപ്പോൾ അവൻ പറയുന്നത് സാരല്ല, അത് അവിടെ കിടന്നോട്ടെ, നല്ല രസമുണ്ടെന്നല്ല, അതിൻ്റെ ഡിമ്മായി, കളറ് ഡിമ്മായെങ്കിലും അത് വേറെ ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് അത് മാറ്റുന്ന വരെ അതവിടെ ഇരുന്നോട്ടെ എന്ന് അവൻ പറഞ്ഞ്. പക്ഷേ മൈ പ്ലാൻസ് ആർ ഡിഫറെൻറ്റ്. ഇതിൻ്റെ കൂടെ ഒരു കമ്പനി ആയിട്ട് ഇതിനൊരു റെഡ് പോർഷൻ ഉണ്ട്. എനിക്ക് ആ റെഡാണ് ഇഷ്ടം ഈ ഗ്രീനിനെക്കാട്ടിലും. എപ്പോഴും ഇതോടെ ഉണ്ടോ ഗൈസ്, ഐ ലൈക്ക് ദിസ് പോർഷൻ. അപ്പോൾ ഇത് ഗൈസ് നമ്മുടെ മിനി ഇതാ കിടക്കുന്നു. കുറേ ആയി. മിനി സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല, ഞാൻ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. കാരണം ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബാറ്ററിയുടെ ഇത് കിട്ടുന്നില്ല. ഓണാണ്, ലൈറ്റ് എത്തുന്നൊന്നുമില്ല. അപ്പോൾ സീനാണ് ഐ ഗസ്. ഓക്കെ, അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ സ്റ്റിക്കർ കളയും, പക്ഷേ മുഴുവനെ കളയില്ല. അത് അവന് എളുപ്പമായി പോലോ. ഞാൻ വൃത്തികേടാക്കി സ്റ്റിക്കർ കളയും. അതാണ് എൻ്റെ പ്ലാൻ. സ്റ്റിക്കർ കണ്ടോ, ഓൾറെഡി കുറച്ചൊക്കെ പൊളിഞ്ഞ് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാനവന് എന്തോ ഉപകാരം ചെയ്യുന്ന പോലെ ആവും പഠിച്ചോനെ. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആദ്യം ഒരു സാധനം നോക്കട്ടെ. ഇതെനിക്ക് ഒരു ഇത് കിട്ടുന്നില്ലല്ലോ പഠിച്ചോനെ. ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പൊളിക്കുക പഠിച്ചോനെ? പണി വാളിയോ? എന്തെങ്കിലും ടൂൾസ് എടുക്കേണ്ട വരുമോ? ലെറ്റ്സ് സീ. യെസ്, ഇതെനിക്കുള്ള പണിയാണ് പഠിച്ചോനെ. ഓ മൈ ഗോഡ്. ഇത് ഞാൻ ഭംഗിയിലൊന്നുമല്ല കേട്ടോ പറിക്കുന്നത്. ഭംഗിയിൽ പറിച്ച് അവനൊരു എളുപ്പമില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും വൃത്തികേടാക്കി മാക്സിമം എങ്ങനെ ചെയ്യാം. ഞാൻ കാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടൂളുണ്ടോ നോക്കട്ടെ. ഒന്നും കിട്ടിയില്ല, ആകെ ഒരു ചീപ്പാണ് കിട്ടിയത്. ഇത് വെച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്കാം. ഞാൻ ഡിക്കിയിലൊക്കെ നോക്കി, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഡിസ്കസ്റ്റിങ് പഠിച്ചോനെ. ഇത് എനിക്കുള്ള പണിയാണല്ലോ, ചെയ്യണ്ടായിരുന്നു. ഞാൻ നിർത്തി പോണോ? ഇതിപ്പോൾ ഓന് പണി കൊടുക്കാൻ പോയിട്ട് എനിക്ക് പണി കിട്ടിയ അവസ്ഥയായി. ഷിറ്റ്. ഇത്
ഏത് നേരത്താണോ എനിക്ക് ഇമാതിരി പൊട്ട ഐഡിയാസൊക്കെ തോന്നുന്നത്. ഓനാണ് ഈ കട്ട് ചെയ്യാൻ ആകെയുള്ള മുടിയാണ്. എൻ്റെ ഹസ്ബൻഡായി പോയില്ലേ, ആ മുടി അങ്ങനെ വല്ലതും വെട്ടിയിട്ട് ഞാൻ അങ്ങനെ അവൻ്റെ കൂടെ പുറത്തിറങ്ങി നടക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ കുറച്ച് പറിച്ചു. ഇത് നോക്കട്ടെ, എൻ്റെ കൈ നോക്ക്, നെയിലൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞു ഇതിന് വേണ്ടി. ഇത് കണ്ടോ, വരാൻ അത്ര മടി. പാടാണ് ഗൈസ്, ഇതൊരുമാതിരി ചൊറി പിടിച്ച പോലെ ആക്കിയിട്ടുണ്ട് ഞാൻ. ഓക്കേ, ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ഞാൻ വല്ല കക്കുകയാണെന്ന് വിചാരിക്കുക. പഠിച്ചോനെ, സെക്യൂരിറ്റി ഒന്നും കാണണ്ട. ഇവിടെ ഫുൾ മഴയായിട്ട് വൃത്തികേടായി കിടക്കുക. അമ്മേ, ഞാൻ കുറച്ച് പ്രോഗ്രസ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് പറിക്കുന്ന കണ്ടിട്ടേ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന്. അയ്യോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വിട്ടു. ഞാൻ അല്ലെങ്കിൽ പഠിച്ചവനെ കണ്ടോ, ഞാൻ ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി. ഗൈസ്, ഭയങ്കരമായ മഴ പെയ്തു, ഞാനിവിടെ പെട്ടുപോയി. ഇത് എനിക്കുള്ള പണിയായിപ്പോയി പഠിച്ചവനെ. ഞാൻ ഒരിക്കലും ഇത്രയും മണ്ടത്തരത്തിലേക്ക് ഞാൻ ചെന്ന് പെടാൻ പാടില്ലേ. നോക്ക്, ഞാൻ ചെയ്ത് വെച്ചത് ഇത്രയുമാണ്. മൊത്തത്തിൽ എലി കരന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഫുള്ള് പറിക്കാൻ കഴിയും തോന്നണില്ല. ഈ സൈഡിലേയും കൂടി ഞാൻ കുറച്ച്, ഈ സൈഡിൽ ഒരു സ്ഥലം ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചു. ഇനി ഇവിടെ ഞാൻ കുറച്ചൊന്ന് പറിച്ചിട്ട് ഓനെ വിളിക്കാൻ ഞാൻ എന്തെങ്കിലും പറയും. ഇവിടെ ഇപ്പം ഭയങ്കര മഴയാണ്. ഞാനപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവൻ വരട്ടെ. ഓനെത്തി, കാണിക്കുന്നില്ല. ഓൻ്റെ കൂടെ ഞാൻ കാണിക്കാം. വരുന്നൊക്കെ പമ്മി പറഞ്ഞിട്ടില്ല, വരുന്നുണ്ട്. കാറിന് എന്തെങ്കിലും ഡിഫറൻസ്? നീ ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട്. നീ ഇപ്പറ നോക്കടാ, നീ ഇവിടെ വന്ന് നോക്കടാ, നീ ഇവിടെ വന്ന് നോക്ക്. എന്റെ ലിപ്സ്റ്റിക്ക് മുറിച്ചു. അനുഭവിച്ച പോരാ, ഇങ്ങനെ പുറത്ത് കൊണ്ടിറക്കി. മഴ ആയിട്ട് എന്താ ചെയ്തത് കാണുന്നില്ല. ഇതിന്റെ കളറ് വെള്ളായിരുന്നില്ലേ? ഇതെന്താ തിരിച്ച്? അത് അതയോ, അത് എന്റെ ഒരുമാതിരി ചൊറി പിടിച്ച തവളനമായി ആക്കിയ. നിങ്ങൾക്ക് കാണിച്ചൊന്നുമില്ലല്ലോ. ഇനി എൻ്റെ ലിപ്സ്റ്റിക്കോ മേക്കപ്പോ ഒന്നും എടുത്ത് കളിക്കരുത്. ഇതെങ്ങനെയാണ് ഞാൻ പുറത്തു കൂടെ കൊണ്ടെടുക്കുക? നമുക്ക് നാളെ സിനിമക്ക് പോകണ്ടേ? ഇങ്ങനെ പറിച്ച് ഞാൻ എത്ര കാലമായി? അറൗണ്ട് 3 വർഷം 4 വർഷമായി. ഒന്ന് പറിച്ചു നോക്കാം, അപ്പൊ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇതിന് എനിക്ക് ശക്തമായി ഞാൻ പ്രതികരിക്കും. ഇതിന് എനിക്ക് എന്താ ചെയ്യുന്നത്? പ്രതികരിച്ചാൽ ഞാനും മഴ ആയിപ്പോയി, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അല്ല ഞാൻ ഇവളെ എന്തേലും ചെയ്തേനെ. നീ പോവല്ലോ മോളെ, അങ്ങോട്ട് വാ. അൽഫി ഒരുമാതിരി കോപ്പില് ഞാൻ ശരിയാക്കി തരാം. എടേ, ഇവിടൊക്കെ നീലായിരുന്നില്ലേ? ഇവിടൊക്കെ നീലായിരുന്നു. ഇത് നീലായിരുന്നു. ഇതിന്റെ കളറേ ബാക്കിൽ വൈറ്റ്. ഇതെങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ നോക്കണ്ട, നിനക്കാൻ തരൂ. ഇവിടൊക്കെ ഇത് റെഡായിരുന്നു തോന്നുന്നു. ഇതൊക്കെ റെഡായിരുന്നു. നോക്കണ്ട, വീട്ടിലേക്കല്ല, അവിടെ തിരി തരാം. നമുക്ക് എന്തായാലും ഇതിന് അവൾക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റുക. ചെറുതൊന്നും പോരാ, അത്യാവശ്യം വലുത് തന്നെ ചെയ്യണം അവൾക്ക്. കൊടുക്കുക. ഇതിന് നമ്മൾ പണി കൊടുക്കും. ഇതിന് നമ്മൾ പണി കൊടുത്തില്ല എൻ്റെ പേര് പോയി പട്ടി കിട്ടും.